നാം ജീവിക്കുന്ന ഈ ഭൂമി പരസ്പര ബന്ധത്തിലാണ് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ? ഈ ബന്ധത്തെ അറിയാതെ പ്രകൃതിയോട് ഇടപെടുമ്പോഴല്ലേ നാമും പ്രകൃതിയും തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നത്? നമുക്ക് നോക്കാം. Relational awareness makes us transparent to the living environment. ബന്ധബോധം നമ്മെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന മനുഷ്യരും ജീവജാലങ്ങളും പ്രകൃതി ഘടകങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെ ശ്രദ്ധയോടെ തിരിച്ചറിയുന്ന ബോധമാണ് ബന്ധബോധം. നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ ബന്ധവലയത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് കാണുമ്പോൾ പരിസ്ഥിതിയുമായുള്ള അകലം കുറയുന്നു. ബന്ധങ്ങളെ കൂടുതൽ വ്യക്തമായി അനുഭവിക്കുകയും അതനുസരിച്ച് ഇടപെടുകയും ചെയ്യുമ്പോൾ വ്യക്തികൾ കൂടുതൽ സുതാര്യരും പാരസ്പര്യ ബോധമുള്ളവരും സഹജീവിതത്തിന് അനുയോജ്യരുമായി മാറുന്നു. ഏവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതത്തിൽ ബന്ധബോധം എന്നതാണ് വിഷയമായിട്ട് വരുന്നത്. അതായത് നാം നിലനിൽക്കുന്ന ഈ പ്രകൃതിയിലെ ആ പരസ്പര ബന്ധത്തെ തിരിച്ചറിഞ്ഞ് പരിസ്ഥിതിയോട് സുതാര്യമാകുന്ന ബോധം. പലപ്പോഴും നമുക്കറിയാം എല്ലാം തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ എല്ലാം തമ്മിൽ ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത് എന്നൊക്കെ. പക്ഷെ പല പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ബോധം നമുക്ക് നഷ്ടമായിരിക്കുകയാണെന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് പ്രയോജനപ്പെടുന്നു എന്നുള്ളത് മാത്രം കണക്കിലാക്കിക്കൊണ്ടാണ് മുന്നിലുള്ളതിനോട് ഇടപെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലൂടെ എന്തെങ്കിലും സഹായം ലഭിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രം നാം അതിനോട് കൂടുതൽ നന്നായി ഇടപെടുകയും അല്ലെങ്കിൽ അതിനെ തീരെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇന്ന് നമ്മുടെ എല്ലാത്തിനോടുമുള്ള ഇടപെടൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതെങ്ങനെ ആയിരിക്കണം, എന്താണ് ഈ ശരിക്കും ഈ ബന്ധബോധം എന്ന് പറയുന്നത്, അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ജീവിതത്തെ, അത് ഉണ്ടാകുന്ന സമയത്ത് നാമും നമ്മുടെ ചുറ്റുപാടും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെ ആയിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോ ബന്ധബോധം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതായത് നമ്മെ നിലനിർത്തുന്ന ഈ പ്രകൃതിയിലെ എല്ലാം എങ്ങനെയാണ് നിലനിൽക്കുന്നത്, എത്രത്തോളം നിൽക്കുന്നു എന്ന ആ ബോധം, അത് തിരിച്ചറിയുന്ന ഒരവസ്ഥ. അങ്ങനെ ആ ബന്ധം തിരിച്ചറിയുന്ന സമയത്ത് നമുക്ക് എല്ലാത്തിനോടും വളരെ ജാഗ്രതയോടെ, അതായത് ഓരോന്നും എത്ര ആഴത്തിൽ നാമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതിനോട് എത്രത്തോളം ശ്രദ്ധയോടെ നാം ഇടപെടേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പൊ ബന്ധങ്ങളോടുള്ള ആ ഒരു ജാഗ്രതയോടെയുള്ള പെരുമാറ്റം, അല്ലെങ്കിൽ ജാഗ്രതയോടുള്ള ഇടപെടൽ നമുക്കുണ്ടാകും എന്നതാണ് ഈ ബന്ധബോധം എന്നതുകൊണ്ട് ആദ്യം ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ചുറ്റുപാടുമായിട്ടുള്ള ഇടപെടൽ ഓരോന്നിനോടും, ഇപ്പൊ നമുക്കറിയാം നമ്മളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുപ്പമുള്ള വ്യക്തികളോട് നമ്മുടെ ബന്ധം എങ്ങനെയാണ്, നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരു വ്യക്തിയോടുള്ള ബന്ധം എങ്ങനെയാണെന്ന് നമുക്കറിയാം. എന്നതുപോലെ നമ്മൾ എപ്പോഴും ഇടപെടുന്ന നമ്മുടെ ചുറ്റുപാടിനോട്, പ്രകൃതിയോട്, അതൊരു ജീവിയോടാവാം, അതൊരു മരത്തോടാവാം, ഒരു സസ്യത്തോടാവാം, ഇതിനോടൊക്കെയുള്ള നമ്മുടെ ഇടപെടൽ എത്രത്തോളം ആഴത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്. അപ്പോ ഓരോ വ്യക്തിയും, ഇപ്പൊ നമ്മള് ഡീപ്പ് ഇക്കോളജിയിൽ അത് പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ഇവിടെ എല്ലാം കൂടുകൾക്കകത്ത് കൂടുകളായിട്ട് ആണ് നിലനിൽക്കുന്നത്. അതായത് ഒന്ന് മറ്റൊന്നിനകത്ത്, അല്ലെങ്കിൽ ഒന്നിനു മുകളിൽ മറ്റൊന്ന് അടുക്കി വെച്ചതുപോലെ ഒന്നിനും നിന്നും മറ്റൊന്നിനെ വേർതിരിക്കാൻ പറ്റാത്ത അത്രയും ആഴത്തിൽ എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത്. അതായത് നമ്മുടെ ശരീരത്തിൽ അവയവങ്ങൾക്കകത്ത് കലകൾക്കകത്ത് കോശങ്ങൾ, ഇതെങ്ങനെയാണോ പരസ്പരം ബന്ധപ്പെട്ട് ഒന്നിന് മുകളിൽ ഒന്നായി, അല്ലെങ്കിൽ ഒന്നിന് കീഴെ ഒന്നായി നിലനിൽക്കുന്നത് എന്നതുപോലെ നാം നിൽക്കുന്ന കുടുംബം, അല്ലെങ്കിൽ നാം നിൽക്കുന്ന പ്രകൃതി, നാം നിൽക്കുന്ന ഭൂമി, ഇതുമായിട്ടും എല്ലാം നമ്മളിങ്ങനെ ഒന്നിനകത്ത് ഒന്ന് പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്.
ഇതൊരിക്കലും വേർതിരിക്കാൻ പറ്റാത്തത്ര ആഴത്തിലാണുള്ളത്. നമുക്കിത് എന്താ പറയുക, നമ്മുടെ കണ്ണുകൾ കൊണ്ട് മാത്രം കാണാൻ കഴിയില്ല, അനുഭവത്തിലൂടെ മാത്രമേ ഇത് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോ ഓരോന്നും, അതായത് വായു, വെള്ളം, മണ്ണ്, ഇതൊക്കെയുമായിട്ട്, മരങ്ങൾ, ഇതൊക്കെയുമായിട്ട് നമ്മൾ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, വളരെ ആഴത്തിലാണ്. നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയിരുന്നു, നമ്മുടെ ശ്വസനം മുതൽ ഭക്ഷണത്തിലൂടെ എല്ലാം ആശയങ്ങളായിട്ടും നമ്മുടെ ചിന്തകളായിട്ടും പെരുമാറ്റങ്ങളായിട്ടും വികാരങ്ങളായിട്ടും ഒക്കെയും നമ്മുടെ അകത്തു നിന്ന് പ്രകൃതിയിലേക്കും പ്രകൃതിയിൽ നിന്ന് നമ്മിലേക്കും എപ്പോഴും എന്തെങ്കിലും ഒരു കൊടുക്കൽ വാങ്ങൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ കൊടുക്കൽ വാങ്ങലുടെ സന്തുലനത്തിലാണ് നമ്മുടെ ബാലൻസ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് മനസ്സിലാക്കി എല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നെറ്റ്വർക്കിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോ നമ്മുടെ ഇടപെടൽ എന്നുള്ളത് മറ്റൊന്നിനെ വളരെ ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ചിന്ത, ആ ചിന്തയിൽ നിന്നുണ്ടാകുന്ന വികാരം, ആ വികാരത്തിന്റെ പ്രേരണയാൽ ഉണ്ടാകുന്ന ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടിനെ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഈ പരസ്പര ബന്ധമുള്ള ഈ ലോകത്ത് നമ്മുടെ ഒരു ചെറിയ ചലനം പോലും, ഒരു ചെറിയ വൈകാരികമായിട്ടുള്ള ശാന്തി ആയാണെങ്കിലും അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള സംഘർഷമാണെങ്കിലും അതെങ്ങനെ ബാധിക്കും നാം നിലനിൽക്കുന്ന കുടുംബത്തെ, പിന്നെ നമ്മുടെ ആ വൈകാരിക സംഘർഷത്തിൽ ഊന്നിയ മനസ്സുകൊണ്ട് ഉള്ള നമ്മുടെ ചിന്തയിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ ഒക്കെയും ഈ ചുറ്റുപാടിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. അവിടെയാണ് ഈ ബന്ധബോധം എന്നുള്ളത് ഏറ്റവും പ്രസക്തമാകുന്നത്. കാരണം ഓരോന്നും തമ്മിലുള്ള, അല്ലെങ്കിൽ ഓരോന്നിലും അടങ്ങിയിരിക്കുന്ന ആ മൂല്യങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇതിലാണ് ഈ പ്രകൃതി നിലനിൽക്കുന്നത്. ഈ മൂല്യബോധം, എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന ആ മൂല്യത്തെ കാണാതെ എല്ലാത്തിനെയും വെറും വസ്തുക്കളായി മാത്രം കണ്ടുകൊണ്ട് ഇടപെടുന്നത്, നമുക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള വെറും ഒരു വസ്തു മാത്രമായിട്ട് കണ്ടുകൊണ്ട് എല്ലാത്തിനോടും ഇടപെടുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിവിടെ വേണം. അതൊരു വ്യക്തിയാണെങ്കിലും ഒരു ഉപകരണമാണെങ്കിലും ഒരു മരമാണെങ്കിലും ഒരു ജീവിയാണെങ്കിലും ഒക്കെയും അത് നമുക്ക് ഇവിടെ ഉപകാരപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്കിത് വേണോ എന്നുള്ള, അപ്പൊ എനിക്ക് വേണം അല്ലെങ്കിൽ വേണ്ട എന്നുള്ളത് എന്റെ ആവശ്യത്തെ കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ എന്റെ ആവശ്യം എന്നുള്ള ബോധ്യം വരുന്നത് ഞാൻ എവിടെ നിലനിൽക്കുന്നു, എങ്ങനെയുള്ള ഒരു പരിസ്ഥിതിയിലാണ് ഞാൻ നിലനിൽക്കുന്നത് എന്ന ബോധ്യത്തിൽ നിന്നുമാണ്. അപ്പൊ ആ ബോധ്യമാണ് ആദ്യം ഉണ്ടാകേണ്ടത്. ഞാൻ എങ്ങനെയുള്ള പരിസ്ഥിതിയിലാണ് നിലനിൽക്കുന്നത്, ഞാൻ നിലനിൽക്കുന്ന പരിസ്ഥിതിയിൽ ഞാൻ എങ്ങനെ ഇടപെടുമ്പോഴാണ് എനിക്കും പരിസ്ഥിതിക്കും അത് ഗുണകരമാകുന്നത്, ഈ ഒരു ബന്ധബോധം, ഇതാണ് നമുക്ക് ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ടതെന്നുള്ളതാണ്. അപ്പൊ ഇത് ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ മറ്റുള്ളതുമായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഞാൻ മറ്റുള്ളതുമായിട്ടുള്ള എന്റെ ബന്ധത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നത്, അത് എത്ര ആഴത്തിൽ മറ്റുള്ളതിനെ സ്വാധീനിക്കുന്നു, മറ്റുള്ളതിന്റെ, അതായത് ഞാൻ മറ്റുള്ളതിനോട് ഇടപെടുന്നത് പോലെ തന്നെ മറ്റെല്ലാം നമ്മളുമായിട്ട് എപ്പോഴും ബന്ധത്തിലാണ്, ഇടപെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിലുണ്ടാകുന്ന ഒരു മാറ്റം നമ്മളെയും സ്വാധീനിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് വിശക്കുന്ന സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ദാഹിക്കുന്ന സമയത്ത് വെള്ളം കിട്ടിയില്ലെങ്കിൽ, ഇതൊക്കെ നമ്മളെയും വളരെ മോശമായിട്ട് ബാധിക്കുമെന്നുള്ള. ഇതുപോലെ എല്ലാ ജീവികൾക്കും നമ്മുടെ അനാസ്ഥയോടെയുള്ള ഇടപെടൽ അവരുടെ ഇടത്തെ അല്ലെങ്കിൽ അവരുടെ ജീവിക്കാനുള്ള വ്യവസ്ഥയെ, ആവാസ വ്യവസ്ഥയെ ഹനിക്കുന്ന തരത്തിൽ ആകുന്ന സമയത്ത് അത് ഏത് രീതിയിലാണ് അവരെ ബാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ ബന്ധബോധം മനസ്സിലാക്കുന്ന സമയത്ത് മനസ്സിലാക്കുക. അപ്പൊ ഈ മനസ്സിലാക്കലിലൂടെയുള്ള ഒരു പെരുമാറ്റം നമ്മളിൽ നിന്നുണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് മറ്റു ജീവികൾക്ക് അല്ലെങ്കിൽ മറ്റു ജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെയുള്ള ഒരു ജീവിതം നൽകും എന്നുള്ളതാണ്. അപ്പോ ഈ ബന്ധത്തിലെ മാറ്റങ്ങൾ തിരിച്ചറിയുക, നമ്മുടെ പ്രതികരണങ്ങളിൽ അത് മാറ്റം ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഈ രീതിയിൽ ഒരു ശ്രദ്ധയുണ്ടാകുന്ന സമയത്ത് പ്രകൃതിയും നമ്മളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തില് സുതാര്യത ഉണ്ടാകുന്നുള്ളത്, അതായത് ഒരു തുറന്ന അവസ്ഥ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പൊ വ്യക്തികൾക്കിടയിൽ ആ വ്യക്തിയും നമ്മളും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുന്ന സമയത്ത്, മാതാപിതാക്കളും നമ്മളും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുമ്പോൾ, മക്കളും നമ്മളും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുന്ന സമയത്ത്, ഇന്നത്തെ കാലത്ത് നമ്മളും നമ്മുടെ ചുറ്റുപാടുള്ള ഏതൊരു ബന്ധവും, അത് ഒരു ഉപഭോഗത്തിനായിട്ടുള്ള ഒരു ബന്ധമായിക്കോട്ടെ, അതല്ലെങ്കിൽ ഉൽപാദനപരമായിട്ടുള്ള ഒരു ബന്ധമായിക്കോട്ടെ, ഏത് രീതിയിലുള്ള ബന്ധവും നമുക്കിവിടെ ആവശ്യമാണെന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ നിലനിൽക്കുന്ന കുടുംബത്തിലെ ഓരോ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടെ കാണേണ്ടതുണ്ട്. അവര് നമ്മളും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പിന് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ രീതിയിൽ, അതായത് വളരെ സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ വ്യവസ്ഥ, സാമൂഹ്യ വ്യവസ്ഥയിൽ ഓരോരുത്തരുമായിട്ടുള്ള നമ്മുടെ ഇടപെടൽ,
അവിടെ നമ്മുടെ തൊഴിൽ മേഖലയിലുള്ള ഇടപെടൽ, അത് ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഇടപെടലിലും നമ്മൾ ഈ ബന്ധബോധം, അതിന്റെ ഏത് രീതിയിലുള്ള ബന്ധമാണ് അത് നമ്മൾ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത, അവിടെ നമ്മൾ നന്നായിട്ട് പെരുമാറേണ്ടതിന്റെ, നമ്മുടെ വികാരങ്ങളെ ഏത് രീതിയിൽ അവിടെ പ്രകടിപ്പിക്കണം എന്ന് മനസ്സിലാക്കേണ്ടതിന്റെ ഒരു ആവശ്യകത നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ബന്ധബോധം നമ്മളും പ്രകൃതി, ബന്ധബോധം ഉണ്ടാകുന്ന സമയത്ത് നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നു. നമ്മളും വ്യക്തികളുമായിട്ട്, ഇപ്പോ നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എന്നുള്ള രീതിക്ക് അപ്പുറത്ത് നമ്മളും നമ്മുടെ മനുഷ്യ ലോകത്ത് നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള ഒരു പരമ്പര നമുക്കുണ്ട്, ഗുരുത്വ രീതിയിലുള്ള ഒരു പരമ്പര നമുക്കുണ്ട്. അതുപോലെ നമ്മളും നമ്മുടെ ജീവികളുമായിട്ടുള്ള ആ ഒരു പരമ്പരയിൽ നമുക്കൊരു ബന്ധമുണ്ട്. അപ്പൊ ഈ രീതിയിലെല്ലാം നമ്മൾ ഈ ഭൂമിയിൽ ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ബന്ധം മാത്രം മനസ്സിലാക്കി ആ ഒരു ബന്ധത്തിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് മറ്റെല്ലാം തമ്മിലുള്ള ബന്ധം അവിടെ തടസ്സപ്പെടുന്നു. അത് നമ്മളും തമ്മിലുള്ള ബന്ധത്തിലെല്ലാം തടസ്സങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ബന്ധത്തെ മാത്രം മനസ്സിലാക്കാതെ എല്ലാം തമ്മിൽ ഉള്ള പരസ്പര ബന്ധം അതിനെ സമഗ്രമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഈ ബന്ധം ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ആ കുറഞ്ഞ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് കൂടുതലായിട്ട് വളർത്തിയെടുക്കാം എന്നുള്ളത് നോക്കാം. എല്ലാത്തിനെയും നിരീക്ഷിക്കുക, വളരെ ശ്രദ്ധയോടെ കാണുക എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ ഒരു പരിശീലനമായിട്ട് ഉണ്ടാവേണ്ടത്. കാരണം ശ്രദ്ധയോടെ നിരീക്ഷിക്കുമ്പോൾ മാത്രമേ മുന്നിലുള്ള ഒരു സസ്യം അല്ലെങ്കിൽ മുന്നിലുള്ള ഒരു ജീവി, അത് ഞാൻ തമ്മിലുള്ള ബന്ധം എന്താണ് ഇവിടെ, അത് വെറുതെ അവിടെ വളരുന്നു, നമ്മൾ അതിനെ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നു, ഇല്ലാതെ പോകുന്നു. പക്ഷെ അത് നിലനിൽക്കുന്ന ഭൂമിയിൽ എന്തെങ്കിലും അതിനൊരു കാര്യം നിർവഹിക്കാനുണ്ടാവും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എത്രയോ അവയവങ്ങളുണ്ട്, എത്രയോ കോശങ്ങളുണ്ട്, കലകളുണ്ട്. ഇതൊന്നും നമ്മൾ എല്ലാത്തിനെയും കാണുന്നു, അറിയുന്നു, ശ്രദ്ധിക്കുന്നു ഒന്നുമില്ല. പക്ഷെ ഇതെല്ലാം കൂടെ നമ്മുടെ ശരീരത്തില് അതിൻ്റെതായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ളത്. എല്ലാം അതിൻ്റെതായ പങ്ക് കൃത്യമായിട്ട് നിർവഹിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം കൃത്യമായിട്ട് പ്രവർത്തിച്ചു പോകുന്നത്. കുടുംബത്തിലും ഇങ്ങനെയാണ്, അതുപോലെ സമൂഹത്തിലും എല്ലാം ഇങ്ങനെ തന്നെയാണ്. അപ്പൊ എല്ലായിടത്തും ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവുക, എല്ലാത്തിനെയും നിരീക്ഷിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്കത് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിഞ്ഞത് വരില്ല, പക്ഷെ അവിടെ ആ ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ എല്ലാത്തിനെയും കേൾക്കാനായിട്ട്, അത് മനുഷ്യർ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ മാത്രമല്ല, എല്ലാത്തിനെയും, ഒരു മരത്തിനടുത്ത് പോയിട്ട് അതിന് എന്തെങ്കിലും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ തുറന്ന മണ്ണില് നമ്മൾ പോയിട്ട് നിശബ്ദമായിട്ട് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആകാശത്തെ നിരീക്ഷിക്കുന്ന സമയത്ത്, മറ്റു ജീവികളെ നിരീക്ഷിക്കുന്ന സമയത്ത്, ഇതിനൊക്കെ എന്തെങ്കിലും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടോ, വിനിമയം ചെയ്യാനുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു നിരീക്ഷണം, ഒരു ശ്രദ്ധ ഉണ്ടാവുക. അതുപോലെ നമ്മുടെ ഒരു ഇടപെടൽ, ഇങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ ഒരു ചെറിയ ചിന്ത, അതിനെ തുടർന്നുള്ള ഒരു പ്രവർത്തനം, ഇത് എത്രത്തോളം മറ്റൊന്നിനെ ബാധിക്കുന്നു. ഇപ്പോ ഒരു പട്ടി വെറുതെ നടന്നു പോകുന്നു, നമ്മളൊരു കുസൃതിക്കായിരിക്കാം ചിലപ്പോൾ അതിനെ ഒരു ശബ്ദം ഉണ്ടാക്കി അതിനെ പേടിപ്പിക്കുകയോ ഒരു കല്ലെടുത്ത് എറിയുകയോ ചെയ്യുന്നു. നമ്മുടെ വെറും ഒരു കൗതുകമാണ്, കാരണം അതുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കാതെയാണ് നമ്മൾ അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുപോലും നമ്മളിൽ നിന്ന് ഉണ്ടാകുന്നത് ഈ ഒരു ബന്ധബോധത്തിന്റെ ബന്ധബോധം കുറയുന്നത് കൊണ്ട്, ഒരു തികഞ്ഞ അശ്രദ്ധ കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ഒരു പ്രവൃത്തി അത് മറ്റൊന്നിനെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ദിവസേന നമ്മളും ഈ ചുറ്റുപാടുമായിട്ട് എത്രത്തോളം ബന്ധത്തിൽ നിലനിൽക്കുന്നത്, എത്രത്തോളം ബന്ധത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ എല്ലാ തരത്തിലും ഒരു ആത്മപരിശോധന നടത്തുക എന്നുള്ളതാണ് ഈ ബന്ധബോധത്തിന് ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ടത്. അപ്പൊ ആ രീതിയിൽ ഒരു പരിശീലനം ഉണ്ടാകുന്ന സമയത്ത് പടിപടിയായിട്ട് നമുക്ക് ആ ഒരു മറ്റൊന്നിനോടുള്ള അവഗണന മാറി എല്ലാത്തിനെയും പരിഗണിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഒളിമ്പസിന്റെ എല്ലാ വിഷയങ്ങളിലും നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് ഈ ഒരു പരസ്പര ബന്ധം മനസ്സിലാക്കി നമ്മൾ ഇടപെടുക എന്നുള്ളതാണ്. അത് ഈ ജീവൻ എന്ന് പറയുന്നതിന് എത്രത്തോളം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു എന്നതിലേക്ക് നമ്മളെ എത്തിക്കും. ജീവൻ എന്ന് പറയുന്നത് തന്നെ ഈ പരസ്പര ബന്ധത്തിലാണ് നിലനിൽക്കുന്നത്. ഈ പരസ്പര ബന്ധത്തിലെ ഒരു കണ്ണി മാത്രമാണ് നമ്മൾ. പക്ഷെ ഈ കണ്ണി മാത്രമാണെന്ന് പറയുമ്പോൾ ഒരു ചെറുതാക്കി കാണുകയല്ല, വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കണ്ണിയാണ് നമ്മൾ. കാരണം നമ്മുടെ ഓരോ ചിന്തയും പ്രവൃത്തിയും ആ മറ്റെല്ലാ കണ്ണികളെയും മുറിക്കുന്ന തരത്തിലായി തീരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മളും പരിസ്ഥിതിയും തമ്മിൽ വേറിട്ട ഒന്നല്ല. ഓരോ ഇടപെടലിലും നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റെല്ലാത്തിലും എന്നതുപോലെ നമ്മുടെ ഓരോ വികാരത്തിന്റെ ചലനത്തിലും പെരുമാറ്റത്തിലും ഒക്കെയും
എല്ലാത്തിനോടുള്ള ശ്രദ്ധ വളരെയധികം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഒരു ബന്ധബോധം ഉണ്ടാകുന്ന സമയത്ത് നമുക്കും പ്രകൃതിക്കും ഇടയിലുള്ള തടസ്സങ്ങൾ മാറിപ്പോകും. നമ്മുടെ ആവശ്യം എന്താണെന്ന് പ്രകൃതിക്കും, പ്രകൃതി നൽകുന്നത് എന്താണെന്ന് നമുക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ സുതാര്യത നമ്മളെ സഹജീവിതത്തിന്, അതായത് മറ്റെല്ലാം തമ്മിൽ ചേർന്നുള്ള ഒരു ജീവിതത്തിന് അർഹമാക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ശ്രദ്ധയില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾ പ്രകൃതി എന്നുള്ള പരസ്പര ബന്ധം എന്നുള്ള ഒരു ശ്രദ്ധയിലേക്ക് വരുന്നു. ഈ ശ്രദ്ധയുണ്ടാക്കുന്ന തിരിച്ചറിവ് നമുക്ക് പ്രകൃതിയുമായിട്ടുള്ള ഒരു സുതാര്യത നൽകുന്നു. ഈ സുതാര്യതയിലൂടെ ഈ പാരസ്പര്യം വളരെ മെച്ചമാകുന്നു. അങ്ങനെ നമ്മളും നമ്മളുമായിട്ട് ബന്ധമുള്ള എല്ലാമായിട്ടുള്ള നമ്മുടെ ബന്ധം വളരെ ശക്തമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് സമഭാവം, അതുപോലെ സംയമനം, അതുപോലെ സത്യനിഷ്ഠ, എല്ലാ മൂല്യങ്ങളും ചേർത്ത് വെച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോ ഓരോ മൂല്യവും നമ്മൾ മുന്നേ മനസ്സിലാക്കിയിരുന്നു, ഓരോരുത്തരിലും ഓരോ മൂല്യവും ഓരോ രീതിയിലാണ് മുന്നിട്ട് നിൽക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അപ്പൊ എല്ലാത്തിനും അടിസ്ഥാനമായിട്ട് ഈ പരസ്പര ബന്ധബോധം ഉണ്ടാകുന്ന സമയത്ത് മറ്റെല്ലാ മൂല്യങ്ങളും അതിനോട് സഹകരിച്ച് നമ്മളിലൂടെ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ഒരു പരസ്പര ബന്ധം എന്ന വിഷയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ എല്ലാവരിലും ഈ ഒരു ബോധം വളരെ നന്നായി പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ബോധം നമുക്ക് നമ്മളും മറ്റെല്ലാം തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ആഴത്തിൽ അറിയാനും അതിനനുസരിച്ചുള്ള ഒരു ഇടപെടലിനും സാധ്യമാക്കട്ടെ, പ്രാപ്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.